നമ്മൾ ആലോചിക്കേണ്ടത് മരണത്തോടു കൂടി പിന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല. മരിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ച ഒരു 2 റക്അത്ത് ഉണ്ടോ അത് നമുക്ക് കാണാൻ പറ്റും. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലിയൊരു തസ്ബീഹ് ഉണ്ടോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത സുജൂദുകളും നമ്മൾ ചെയ്ത റുക്കൂകളും നമുക്ക് കാണാൻ പറ്റും. മരിച്ചതിന് ശേഷം പിന്നെ എനിക്കൊരു പേജ് ഖുർആൻ ഓതണം എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം അവിടെ ഉണ്ടാവില്ല. മരിച്ചതിന് ശേഷം ഞാൻ ഇൽമു പഠിക്കുന്ന സദസ്സുകളിൽ വന്നിരിക്കാം എന്ന് വിചാരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ മരണത്തിന് മുമ്പാണ് കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം. മരിച്ചു കഴിഞ്ഞാൽ ആ കർമ്മങ്ങളുടെ അനന്തരഫലം അനുഭവിക്കാനുള്ള സമയമാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തവണ നമ്മൾ മയ്യിത്ത് പരിപാലനം എന്ന വിഷയം പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ അദ്ദുറൂസുൽ മുഹിമ്മ എന്ന കിതാബാണ്. അദ്ദുറൂസുൽ മുഹിമ്മ, ഇതാണ് അദ്ദുറൂസുൽ മുഹിമ്മ എന്ന ഗ്രന്ഥം. ഇതിത്ര കട്ടിയില്ല, അതിൻ്റെ ഷർഹാൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലാ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ ഗ്രന്ഥത്തിന് എഴുതിയ ഷർഹാൻ. എന്താ ഷർഹ് എന്ന് പറഞ്ഞാൽ? വിശദീകരണം. അപ്പോൾ ഇത് ചെറിയൊരു പുസ്തകമാണ്. എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ, അതാണ് ഈ കിതാബിൻ്റെ പേര്. എന്താണ് അദ്ദുറൂസ് എന്ന് പറഞ്ഞാൽ? അദ്ദുറൂസ് ദർസ്, പാഠം അല്ലെ. ദർസുൻ എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ദുറൂസ്. അദ്ദുറൂസുൽ മുഹിമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ഏറ്റവും അമൂല്യമായ വിലപിടിപ്പുള്ള ചില പാഠങ്ങൾ. ലിആമത്തിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്തിയ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ഒരുക്കിയ ഒരു ചെറിയ പുസ്തകമാണ് അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല മരിക്കുന്നത് വരെ ഈ ഗ്രന്ഥത്തിന് വലിയ പരിഗണന കൊടുത്തിരുന്നു. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല മരിക്കുന്ന വർഷം ഇറങ്ങിയ കോപ്പിയിൽ വരെ ചെറിയ ആഡിങ്സും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പുതിയ പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല മരിക്കുന്ന ആ വർഷം വരെ ഈ പുസ്തകത്തിൽ പുതിയതായി ചില സംഗതികളൊക്കെ ആഡ് ചെയ്യുകയും ചില സംഗതികൾ ഒന്നുകൂടി പൂർണ്ണമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല അത്രക്കും പരിഗണന കൊടുത്ത ഒരു ഗ്രന്ഥമാണ് അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല 1999 മെയ് മാസത്തിലാണ് മരിക്കുന്നത്. 1999 ഹിജറ 1420. ഇതിപ്പോൾ ഹിജറ എത്ര വർഷമാണ്? ഹിജറ 1445. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞു, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണെന്ന് നമ്മൾ ആലോചിക്കുക. നബി പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ബാക്കിയാവുക. അതിൽ നബി എണ്ണിയൊരു സംഗതി ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാൻ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ ഒരു അടയാളമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം. സൗദി അറേബ്യയിൽ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ എഴുതിയ, ഒരു മനുഷ്യൻ ഒരുക്കിയ പുസ്തകമാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂര് മുറിവഴിക്കൽ പള്ളിയിൽ ഇരുന്നിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ കൂലി ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ ഖബറിലേക്ക് എത്തുന്നുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ മീസാനിൽ അത് കാണും. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല അതിൻ്റെ അനന്തരഫലം നാളെ അനുഭവിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളവിടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളതെന്നാണ്. വെറുതെ ഒരു ഉദാഹരണം പറയാം, ഈ പള്ളി എന്താണ്? ഈ നാട്ടിൽ കുറേ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ്. നമ്മൾ ജീവിച്ചിട്ടുണ്ട് എന്നതിന് എന്ത് ബാക്കി പത്രമാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഉണ്ടാവുക എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക.